തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. കരുണ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. അവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എന്നത്തെയും പോലെ താനുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഇപ്പോഴത്തെ അമ്മയുടെ മക്കളുടെ സന്തോഷം താനെ അങ്ങ് കെട്ടുവയ്ക്കോളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ അവർക്കൊപ്പം ഇരുത്തി ഒരാഹാരം പോലും എനിക്ക് തന്നിട്ടില്ല. ഓണത്തിനോ വിഷുവിനോ പോലും അതുണ്ടായിട്ടില്ല. എന്റെ പിറന്നാൾ വന്നാ അമ്പലത്തിലൊരു പായസം കഴിക്കും, അല്ലാതെ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല. അതിലൊന്നും പരാതിയില്ലാതെയാ ഞാൻ ജീവിച്ചത്. എങ്കിലും അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം അവരെന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ടാ കണ്ണേട്ടൻ സംശയം പ്രകടിപ്പിച്ചപ്പോഴും ഞാൻ അവരുടെ അഭിനയത്തിൽ വീണു പോയത്. സാരമില്ല, ഇനി സൂക്ഷിച്ചാ മതി. പിന്നെ നിങ്ങളെ രണ്ടാളെയും എന്തെങ്കിലും ചെയ്തിട്ട് സ്വത്തെല്ലാം സ്വന്തമാക്കാന്ന് അവര് മോഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങളെ അപായപ്പെടുത്തിയ എന്ത് വില കൊടുത്തും തെറ്റ് ചെയ്തവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എനിക്കും അനന്തേട്ടനും ബന്ധുക്കളുണ്ട്, അടുത്ത ബന്ധുക്കൾ. പക്ഷേ അവർക്ക് മുകളില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണേട്ടന്റെ സ്ഥാനം. ഇപ്പൊ മഹിയും അങ്ങനെ തന്നെ. അന്ന് മേഘേട്ടനൊരു ആക്സിഡന്റ് ഉണ്ടായി, അത് ഞാൻ ലേഖയോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. കണ്ണേട്ടന് സംഭവിക്കേണ്ട അപകടം വഴിമാറിപ്പോയത്. ഇന്നലെ എനിക്കുണ്ടായ അത്യാഹിതമൊക്കെ കൂട്ടി വായിക്കുമ്പോ അന്ന് കണ്ണേട്ടനെ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചതാണോന്ന് ഒരു ഭയം. അന്ന് കണ്ണേട്ടൻ ആ കാറിലുണ്ടായിരുന്നെങ്കിൽ മേഘന്റെ സ്ഥാനത്ത് ICU കിടന്നത് കണ്ണേട്ടനായനെ. അവിടെയും കണ്ണേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ മഹി. മനഃപൂർവ്വം ചതിക്കാൻ ശ്രമിച്ചാലും അതിലകപ്പെടുന്നത് നമ്മുടെ ശത്രുക്കൾ തന്നെയായിരിക്കും. ഈ മേഘനെയും മേഘന്റെ അച്ഛനെയും ഒന്ന് സൂക്ഷിക്കണം. മഹിയുടെ രണ്ടാനച്ഛനെ പോലെ തന്നെ അവരും. അവർക്ക് ബന്ധവും സ്വന്തം ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്കെല്ലാം വേണ്ടത് കണ്ണേട്ടന്റെ കോടിക്കണക്കിനുള്ള സമ്പത്താ. അത് മനസ്സിൽ വെച്ചോണ്ട് വേണം നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ. എടാ ഉണ്ണിമനെ, എനിക്ക് പ്രതാപങ്ങളിനെ ഭയങ്കര ഇഷ്ടമാടാ. അങ്ങേരൊരു ഒന്നൊന്നര ഐറ്റമാ. ഇപ്പൊ തന്നെ അച്ഛൻ വിളിച്ചപ്പോ മഹാലക്ഷ്മിയെ കാണാനില്ലാത്തതിന്റെ പേരില് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് കൊണ്ടുപോക്കോട്ടെന്നാ കാരണയുടെ അച്ഛൻ പറഞ്ഞത്. അങ്ങേര് ധൈര്യമുള്ള കൂട്ടത്തില്. ലോറി ഡ്രൈവറായിട്ട് ജീവിതം തുടങ്ങിയ ആള്. അപ്പോ സകല കളികളും പഠിച്ചിട്ടായിരിക്കുമല്ലോ ഈ ലെവലിലെത്തിയത്. എടാ, നമ്മളൊന്നും ചെയ്യണ്ടടാ ഉണ്ണി. കരുണമോൾക്ക് വേണ്ടിയിട്ട് അങ്ങേരും അങ്ങേരുടെ അമ്മ എന്തും ചെയ്യും. ഇപ്പൊ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിലും അവര് തന്നെയാ. അത് 100% ഉറപ്പല്ലേ? അല്ലെങ്കിൽ അവളെ കരുണേടത്തിക്കൊപ്പം സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അവള് പരലോകത്തോ പാതാളത്തിലോ എവിടോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. ഇനി ഇങ്ങോട്ട് കേറി വരാതിരുന്നാ മാത്രം മതി. താൻ സാവകാശം ഇറങ്ങിയാൽ മതി. തന്നെ കാണാതാവുമ്പോഴൊക്കെ അതാണല്ലോ പതിവ്. ഇവിടെ താൻ വരില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ഇത്തിരി പ്രതീക്ഷ കൂടെ കൊടുത്തിട്ട് തന്നെ അവർ കണ്ടാൽ മതി. ശരി. അവൻ ഒറ്റയ്ക്ക. ആ, നീയും വന്നായിരുന്നോടാ? അല്ല, വീട്ടിലൊരു ആപത്തുണ്ടായെന്നറിയുമ്പോ ഞാൻ ഓടിയെത്തണ്ടേ കാണാ. അതിനിവിടെ ആർക്കും ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. എടാ, മഹാലക്ഷ്മി കാണാനില്ലെന്ന വിവരം അറിഞ്ഞിട്ട് വന്നതാ മേഘൻ. ഓ, അത് ശരി. ഏട്ടത്തെക്കുറിച്ച് വല്ല വിവരമുണ്ടോ കണ്ണേട്ടാ? വിവരമുണ്ട്.
എവിടെ ഏട്ടത്തി? ഞാൻ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ കൂടെ കാറിലുണ്ടായിരുന്നു. ഇനി അതിനകത്തുനിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോന്നറിയില്ല. ഞാനിങ്ങോട്ട് വന്നപ്പോഴുള്ള സന്തോഷം ഇപ്പോഴാരുടെ മുഖത്ത് കാണാനില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? നല്ലൊരു കാഴ്ചയല്ലേ ഞങ്ങള് കണ്ടത്. അല്ല കണ്ണാ, ഇവൾക്കൊന്നും പറ്റിയില്ലേ? പറ്റിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഇതിപ്പോ ഇവിടുത്തെ പതിവ് സംഭവമായിട്ട് മാറിയിരിക്കാം മഹി. തന്നെ ഇടയ്ക്ക് കാണാതാവും, പ്രതീക്ഷയോടെ ഇവരെല്ലാം കാത്തിരിക്കും താൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു കഴിയുമ്പോ താൻ കൃത്യമായിട്ട് എത്തുകയും ചെയ്യും. അതെന്താട്ടാ അങ്ങനെ പറഞ്ഞത്? ആ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അല്ല, ഇന്ന് പായസം വെക്കുകയോ പടക്കം പൊട്ടിക്കലോ വല്ലതും ചെയ്തായിരുന്നോ? ഓ, അത് കുറച്ചുകൂടെ വൈകി മതിയെന്ന് കരുതി കാണുമല്ലേ? എടാ, ഞങ്ങളെല്ലാരുവേ ഇവളെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇതുവരെ. മഹിയെ കാണാത്തപ്പം വിഷമിക്കാൻ ഇവിടെ കുറച്ചു പേരേ ഉള്ളൂ. വ്യക്തമായി പറഞ്ഞാൽ ഇയാളെ കാണാതാവുമ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇയാളുടെ അമ്മയാ. പിന്നെ ഇപ്പോ അനന്തവും ലേഖയും ഉൾപ്പെടെ എന്റെ കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളും. മറ്റുള്ളവർക്കൊക്കെ അതുണ്ടാക്കുന്ന ആനന്ദം എത്രയാണെന്ന് എനിക്കറിയാം. അവർക്ക് ഉള്ളിൽ സന്തോഷം മറച്ചു വെച്ചിട്ട് പുറമെ സങ്കടം നടിക്കും, എന്നെ ബോധിപ്പിക്കാൻ. അല്ല, ഇവരിതുവരെ എവിടെയായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഇയാളെ കൊല്ലാൻ തന്നെയാ കൊണ്ടുപോയത്. പക്ഷേ കൊലയാളികൾക്ക് അതിന് കഴിഞ്ഞില്ല. എന്നെന്താടാ ഇത്ര ഉറപ്പ്? ഇവിടെ രാത്രിയിൽ ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണെങ്കിലോ? ഇയാളെ കാണാതായെങ്കിൽ അമ്മ ഇങ്ങനെ പറയുന്ന എനിക്കറിയായിരുന്നു. എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയെന്ന്. ഇയാൾക്ക് എന്താ സംഭവിച്ചെന്ന് ഇയാൾ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിനപ്പുറത്തേക്ക് എനിക്ക് ആരുടെ വിശദീകരണം വേണ്ട. ഒരു കാര്യം എല്ലാരും ഓർത്തു വെച്ചോ, ഇയാളെ പൂജിക്കുന്ന അയ്യപ്പനെ ഇവിടുന്ന് ആരോ കൊണ്ടുപോയി കളഞ്ഞ ശേഷം ഭഗവാൻ തിരിച്ചു വന്നില്ലേ? അതുപോലെ തന്നെയാ ഇയാളുടെ കാര്യവും. ആര് കൊല്ലാൻ നോക്കിയാലും അവർക്കേ ആപത്തുണ്ടാവും. ഇയാളുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട്, സത്യമുള്ളതുകൊണ്ട്, ഇയാളൊരു നല്ല ഭക്തയും ദൈവങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് ഇയാൾക്കൊപ്പം തന്നെ ആ ശക്തി നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്. ചിലപ്പോ എനിക്ക് ഈ വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ തന്നെ നടക്കാൻ കഴിഞ്ഞേക്കുമെന്ന്. പാടും. വീണ്ടും നിരാശനാണല്ലോ പച്ചി. അതെ അതെ, അവൻ പറഞ്ഞത് നേരാ. അവളെ വെട്ടി നുറുക്കി കളഞ്ഞാലുവേ അവള് മിക്കവാറും പരിക്കേൽക്കാതെ തന്നെ തിരിച്ചു വരും. ശരിക്കു പറഞ്ഞോ, ഏതോ ഒരു പിശാചിന്റെ ജന്മോ.
എന്തൊക്കെയാടോ പ്രതാപായി നടക്കുന്നത്? കൊന്നാലും അവള് തിരിച്ചു വരുമെന്നാ തോന്നുന്നത്. അവള് ആത്മാവ് കയറി നടക്കുന്ന ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവളെ കടലിലോ കൊക്കയിലോ എറിഞ്ഞാലും അവള് കര പറ്റും. അതാ അവസ്ഥ. പിന്നെ താൻ മേഘനെ സാഗരനെയൊക്കെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ. ഇവിടെ താൻ വെച്ചോമാരോ പൈസ വാങ്ങിച്ചിട്ട് അവന്മാര് നെറിയടല്ലേ കാണിച്ചത്? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൈ കെട്ടിയപ്പോ അവന്മാർക്ക് തോന്നി ഇന്നലെ തന്നെ അവളെ കൊല്ലണ്ടാത്. മറിച്ച് അവന്മാരുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഇല്ലാതാക്കിയാൽ മതിയെന്ന് ചിന്തിച്ചു ചെയ്യണം പൊന്നം പുല്ലന്മാര്. അതൊക്കെ അവളുടെ ഭാഗ്യമാടോ പ്രതാപ. ആയുസുള്ളവരെ നടുക്കടലിൽ കൊണ്ട് കെട്ടിത്താഴ്ത്തിയാലും അവര് പൊന്തി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. കണ്ണനും മഹാലക്ഷ്മിക്കും നമ്മളോടുള്ള വിശ്വാസമൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയും ഇതുപോലുള്ള വേലത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റില്ല. മിക്കവാറും ഉടനെ അവൾ അവനെയും കൊണ്ട് ആ തോമസ് വൈദ്യരെടുക്ക പോവെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കാലിന്റെ വിരൽ അനങ്ങുമെന്ന് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? അതൊരു ഭയമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുക മാമേട്ടാ. അത് തന്റെ മാത്രമല്ല, എന്റെയും മേഘന്റെയും ഒക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഭയമുണ്ട്. അതുപോലെ ദുർഗയും ഉണ്ണിയൊക്കെ അങ്ങനെ സംഭവിക്കരുതേ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ തോമസ് വൈദ്യൻ പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുള്ള ആളാ. അയാളുടെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു. അതുകൊണ്ട് നമ്മൾ പേടിക്കണം പ്രതാപ. അന്നത്തെ ആ ആക്സിഡന്റിൽ അവനായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് വഴിമാറിപ്പോയില്ലേ? താൻ പറഞ്ഞതുപോലെ പിശാചി കയറിയ ഒരുത്തി കൂടെ ഉള്ളപ്പോ അവൾ അപകടങ്ങൾ മുൻകൂട്ടി കാണുമായിരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല മാമേട്ടാ. ഈ തടിമാടന്മാരെ പേരുള്ള ഗുണ്ടകളെ തല്ലി ഒതുക്കി അവളെ രക്ഷിച്ചത് ആരായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ തന്നോട്, കണ്ണന്റെ ബുദ്ധി നമുക്ക് മുകളില. അവനിനി തന്റെ വീട്ടിലേക്ക് വിട്ട മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് കരുതി ആരെങ്കിലും പിന്നാലെ വിട്ടു കാണും. അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോയപ്പോ തന്നെ അവൻ തടുക്കില്ലായിരുന്നു. ഇത് അവളെ ഇറങ്ങി ഓടിയപ്പോ പിന്തുടർന്നു പോയ ഗുണ്ടകൾക്ക് മുന്നിലേക്ക് ഒരുത്തൻ ചാടി വീഴുമായിരുന്നു. അവനിനി ആരാണെന്തോ. എടോ, ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കണ്ണനേക്കാൾ ഭയക്കേണ്ടത് മഹാലക്ഷ്മിയാണ്. കാരണം അവൾ ഒരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ ചുറ്റിലും ഒരു സംരക്ഷണ വലയമുണ്ട്. അതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. ഈ സംഭവത്തിന് ശേഷം എന്റെ മോളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ മുമ്പ് കണ്ണനും കണ്ണന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബൈക്കില് ലോറി കൊണ്ടുപോയി തടിച്ചതൊക്കെ മഹാലക്ഷ്മിക്ക് പറയാം. അതൊക്കെ ഞാൻ വാമേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ അവൾ കുത്തിപ്പൊക്കിയ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അവളുടെ മുമ്പിൽ പോയി ഭീഷണിയൊന്നും പറ്റില്ല. മറ്റെന്തെങ്കിലും മാർഗം നമ്മൾ കണ്ടുപിടിക്കണം വാമേട്ടാ. ഇനിയിപ്പോ ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ട് മാത്രമേ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്റെ വീട്ടിലുള്ളവരും ഈ വീട്ടിലുള്ളവരും നമ്മുടെ നാശാ കൊതിക്കുന്നേ. കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കണമെന്ന് അമ്മ മരിച്ച ശേഷം കണ്ണേട്ടനെ അമ്മയെന്ന് വിളിച്ച കണ്ണേട്ടന്റെ രണ്ടാനമ്മ പോലും ആഗ്രഹിക്കുന്നില്ല. സത്യ താൻ പറഞ്ഞത്. അതുമാത്രമല്ല ഞാൻ സത്യം പറഞ്ഞത്. തോമസ് സാറിന്റെ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിയുമ്പോ ഉറപ്പായിട്ടും കണ്ണേട്ടന് മാറ്റം ഉണ്ടാവും. അത് ഞാൻ സമ്മതിച്ചല്ല. ഇനിയിപ്പോ അത് വേണ്ടാന്ന് വെക്കുന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് ചികിത്സിക്കാം. ഒരുമിച്ച് ഒരു മാസം ഒന്നും കിടക്കണ്ട. 1-2 ആഴ്ച കിടന്നാ മതിയെന്ന് തോമസ് സാർ പറഞ്ഞല്ലോ. ആദ്യം ഒരാഴ്ച മതി. അതൊക്കെ തോമസ് സാറല്ലേ തീരുമാനിക്കുന്നേ. അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. അതെ, അദ്ദേഹത്തെ വെറുതെ പ്രഷർ ഒന്നും ചെലുത്തണ്ട. പ്രഷർ ചെലുത്തിയാലും അദ്ദേഹം അതൊന്നും കേൾക്കുന്ന കൂട്ടത്തിലല്ല മഹി. ഇത്രയും ദിവസം കിടക്കണമെന്ന് പറഞ്ഞാൽ കിടന്നേ പറ്റൂ. പക്ഷേ എങ്ങനെ കിടക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഞാനില്ലാതെ നമ്മുടെ സ്ഥാപനം ഒന്നും മുന്നോട്ട് പോകില്ല.
12 വയസ്സിൽ കണ്ണേട്ടന് അപകടം പറ്റിയതല്ലേ? അതിനുശേഷം കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കണ്ണേട്ടൻ ഏറ്റെടുത്തത് 20 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ? എങ്കിലും ഒരു 10-18 വയസ്സ് മുതൽ എന്റെ മേൽനോട്ടമുണ്ടായിരുന്നു. പഠിത്തവും ബിസിനസ്സും ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് അമ്മാവനാ. അന്ന് സത്യസന്ധമായിട്ടാണോ കമ്പനി അമ്മാവൻ സ്നേഹിച്ചുകൊണ്ടിരുന്നത്? ഒരിക്കലുമല്ല. ഒരുപാട് തിരിമറി നടത്തിയിട്ടുണ്ട് അച്ഛനുള്ള കാലത്ത്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ അത്ര ശരിയല്ലാന്ന്. പിന്നെ എന്റെ അമ്മ മരിച്ച ശേഷം സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ടാ അച്ഛൻ കണ്ണടച്ചത്. പിന്നെ ഞാൻ MBA ഒക്കെ കഴിഞ്ഞ ശേഷം കമ്പനി എന്റെ നിയന്ത്രണത്തിലായി. അതിൽ പിന്നീട് അങ്ങോട്ട് അധികം തിരിമറിയൊന്നും കമ്പനിയിൽ നടന്നിട്ടില്ല. പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ അമ്മാവനും ഉണ്ണിയും എല്ലാം കൂടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേരുവകളൊക്കെ ചേർക്കുന്ന പോലെ കെട്ടിടം പണിയിലും ചേരുവകൾ കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഒരുപാട് ചോർച്ചയൊന്നും ഉണ്ടാവില്ല, എങ്കിലും ചെറിയ തോതില് അമ്മാവനും ഉണ്ണിയും കൂടെ മുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഈ ഫിനാൻസിയേഴ്സിൽ നിന്നും ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിന്നാല് വലിയ പ്രശ്നമാകുമായി. ഫിനാൻസിസിലെ കാര്യങ്ങള് ഞാൻ നോക്കാന്ന് പറഞ്ഞല്ലോ കണ്ണേട്ടാ. ഞാനിപ്പോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പഠിച്ചില്ലേ? ഞാൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഏതു നേരം എനിക്ക് കൂട്ടിരിക്കണമെന്ന് പറഞ്ഞ് അവസാനം താൻ കാല് മാറരുത്. ഇല്ല, കണ്ണേട്ടന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാ. എന്നാ പിന്നെ അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ നമുക്ക് അവിടെ അഡ്മിറ്റ് ആവാം. ശരി കണ്ണേട്ടാ. നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷം ഇല്ലാതിരിക്കോ? ഇനി കണ്ണേട്ടന്റെ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും, അതെനിക്ക് ഉറപ്പാ. അതെ, ഈ ഷട്ടൊന്ന് അഴിച്ചേ. ഇനിയിപ്പോഴേ അവിടെ ചെല്ലുമ്പോ എണ്ണത്തോണിയിലൊക്കെ കിടക്കേണ്ടി വരും. അതിനു മുമ്പ് ഒരു റിഹേഴ്സൽ. ഷട്ടൊക്കെ അങ്ങോട്ട് ഊരി റെഡി ആയിട്ടിരുന്നേ, ഞാൻ പോയി എണ്ണ എടുത്തിട്ട് വരാം. ഇനിയിപ്പോ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയമില്ല. വീട്ടിലെ ചികിത്സ അവൻ മതിയാക്കിയിട്ട് നാട്ടു ചികിത്സയ്ക്കായിട്ട് അവൻ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അതെനിക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ല. ഞാൻ അവിടെ കിടന്നിട്ടുള്ളതാ. പിന്നെ പറഞ്ഞത് ഞാൻ അങ്ങ് ചെയ്തിരിക്കും. അച്ഛാ, മഹാലക്ഷ്മി നടത്തിക്കാൻ കൊണ്ടുപോയവനെ വെള്ള പുതപ്പിച്ച ഞാൻ പുറത്തിറക്കൂ. എടാ, നീ പറയുന്നതൊക്കെ അതേപടി നടക്കണമെന്നില്ല. മഹാലക്ഷ്മി സാത്താൻ കൂടിയ സന്തതിയാ. അവക്ക് പിന്നെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അച്ഛനൊന്ന് ചുമ്മാ തരുന്നേ. കരുണയുടെ അച്ഛൻ ഏതോ മണ്ടന്മാരെയാ ജോലി ഏൽപ്പിച്ചത്. അവന്മാര് കാശും വാങ്ങിച്ചോണ്ട് അങ്ങേരങ്ങ് പറ്റിച്ചു. അങ്ങനെയെങ്കിൽ നീയും കുറെ പണം മുടക്കിയല്ലോ ആ സാഗറിനെ കൊണ്ട് തെറ്റിദ്ധാരണ വരുത്താനായിട്ട്. എന്നിട്ടെന്തായി, വിജയിച്ചോ? എന്റെ അച്ഛൻ അവിടെ അവൻ മണ്ടനായി പോയി, അതുകൊണ്ടാണ് വിജയിക്കാതിരുന്നത്. അവന്റെ മഹാലക്ഷ്മിയെ കുറിച്ചുള്ള ധാരണ തെറ്റായിരുന്നു. എടാ മോനെ, മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ പിരിയണമെന്ന് നിന്നേക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാ. എന്റെ പെങ്ങളെ വിശ്വനാഥന് കൊടുത്ത കാലം മുതല് അവന്റെ സ്വത്തിൽ എനിക്കൊരു കണ്ണുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുക. ആ സാഹചര്യത്തിൽ ആശിച്ച മുതല് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യൂടാ. പക്ഷേ ഇവിടെ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാ ആ മഹാലക്ഷ്മി നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവളുടെ അയ്യപ്പ ഭഗവാനെ പുഴയിലെറിഞ്ഞ നീന്തി കരക്കെത്തും. അവിടെ പുഴയിലെറിഞ്ഞാലും അത് തന്നെ ആയിരിക്കും അവസ്ഥ. നീന്താൻ അറിയത്തില്ലെങ്കിലും അവളും നീന്തി കരക്കെത്തും. അല്ലെങ്കിൽ അവളെ കരക്കെത്തിക്കാൻ ആരെങ്കിലും വരും. അങ്ങനെ ഒരുത്തി എന്ത് ചെയ്യാൻ പറ്റൂടാ? അച്ഛനൊന്ന് നിർത്തിക്കാച്ച. അതിനി അവളെ അല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നേ, അവനെ അല്ലേ, കണ്ണനെ. അവനും അവന്റെ അച്ഛന് ഈ പറയുന്ന ശക്തിയൊന്നുമില്ല. അതുണ്ടായിരുന്നെങ്കിൽ അവന്റെ അച്ഛൻ അന്ന് മരിക്കത്തില്ലായിരുന്നല്ലോ. ഇനിയെല്ലാം അച്ഛൻ എനിക്ക് വിട്ടേക്ക്.
ഒന്നുകിൽ കണ്ണനും മഹാലക്ഷ്മിയും സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും, അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കും. രണ്ടിലൊന്ന് നടക്കണോ അച്ഛാ? തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.